പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. വിഷ് എ ഹാപ്പി ഈസ്റ്റർ. വിഷ് എ ഹാപ്പി ഈസ്റ്റർ ടു ഓൾ ഓഫ് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഞാൻ വായിക്കുന്നത് റോമക്കാർ ലേഖനം ഒരു പ്രാർത്ഥിക്കാൻ. പിതാവ് നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിത്വത്തെ കർത്താവേയും പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവ്, എന്നെ കേൾക്കുന്ന എല്ലാവരും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നിറയ്ക്കണം കർത്താവ്, ദൈവസ്നേഹത്തെ നിറയ്ക്കണം കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇപ്പം നമ്മൾ ഈസ്റ്ററിൻ്റെ ഇന്ന് എല്ലാവർക്കും, ഇന്ന് ലോകം മൊത്തം എല്ലാ ക്രൈസ്തവരും ഈസ്റ്റർ റിസറക്ഷൻ സൺഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഒരല്പം ഈസ്റ്ററിനെ കുറിച്ച്, കർത്താവിൻ്റെ റിസറക്ഷനെക്കുറിച്ച്, ഉയർപ്പിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ഒന്നാമത്തെ കാര്യം, രണ്ടൊന്ന് പോയിന്റ്സ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് വഴിയായിട്ട് നമ്മളെല്ലാവരും നീതീകരിക്കപ്പെട്ടു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജസ്റ്റിഫിക്കേഷൻ ആൻഡ് ഫോർഗിവ്നെസ്. ക്രൈസ്റ്റ് വാസ് റൈസ്ഡ് വാലിഡേറ്റ് ദാറ്റ് അവർ സിൻസ് ആർ പെയ്ഡ് ഫോർ ആൻഡ് വി ആർ റൈച്ചസ് ബിഫോർ ഗോഡ്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നീതിവാന്മാരായി ആക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് റോമക്കാർ ലേഖനം 4:25 വാക്യം പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോമൻ ചാപ്റ്റർ 4:25 ഇതിൽ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുകയും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നത്. അപ്പം യേശു കർത്താവിൻ്റെ ഉയർപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നീതീകരിക്കാൻ വേണ്ടിയാണ്. ഈ പാപത്തിൽ നിന്ന് പാപമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കർത്താവിൻ്റെ കൃപയാൽ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ നീതീകരിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ മരണം, പ്രൈസ് ദി ലോർഡ്, ഉയർപ്പ്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവർ നീതിവാന്മാരാണ്. അതാണ് അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. നമ്മൾ അന്യരോ പരദേശികളുമല്ല, വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അത് ആരാന്ന് വെച്ചാൽ ലോകത്തിലെല്ലാവരും അല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നാനപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ സ്നാനപ്പെടുന്നില്ല, മുടി സ്നാനം എടുത്ത എല്ലാവരും. അതാണ് പറഞ്ഞത്. ഫസ്റ്റ് കൊറിന്ത്യൻസ് 15:54 പറഞ്ഞത്. 1 കൊരിന്ത്യർ ലേഖനം 15:54 വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഇത് പറഞ്ഞ്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. അതാണ് പറഞ്ഞത്. അപ്പം തുടർമാനോട്ട് അതാണ് പറഞ്ഞത്. അപ്പം നമുക്ക് മരണം നീങ്ങി, ഇത് യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടേക്ക് നമ്മുടെ മരണ അവസ്ഥയുണ്ടോ അവിടെയെല്ലാം ജയം കർത്താവ് തരും. എവിടേക്ക് മരവിക്കപ്പെട്ട അവസ്ഥയുണ്ടോ അവിടെയെല്ലാം കർത്താവ് ഉയർപ്പ് തരും. എവിടേക്ക് നീങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥ നമുക്കുണ്ടോ അവിടെയെല്ലാം കർത്താവ് ഒരു ചലനം തരും. എവിടെയൊക്കെ ഉണങ്ങിയ അവസ്ഥയുണ്ടോ അവിടെയെല്ലാം ജീവൻ ഒരു വെള്ളം കർത്താവ് തരും. എന്ന് കഴിഞ്ഞാൽ അതാണ് യേശു ക്രിസ്തുവിലുള്ള വെള്ളം നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വരണ്ട അവസ്ഥയിൽ കർത്താവ് ജീവൻ തരും. അതാണ് യേശു പ്രവാചകൻ പുസ്തകം പറയുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും കഴുകുമാരെ പോലെ ചിറകടിച്ചു വരും. നമ്മുടെ തകർന്ന അവസരങ്ങൾ കർത്താവ് ഉയർത്തും. നമുക്ക് പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥ കർത്താവ് വർദ്ധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അസാധ്യങ്ങൾ കർത്താവ് സാധിക്കും. കാരണം ഉയർപ്പിന്റെ ശക്തി, റിസറക്ഷൻ പവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ ഉയർപ്പിന്റെ സൺഡേയിൽ എനിക്ക് എല്ലാവരോടും പറയാനായിട്ടുള്ളത്, നമ്മുടെ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് മരവിച്ച അവസ്ഥയുണ്ട് അവിടെയെല്ലാം കർത്താവിന്റെ ജീവൻ വന്ന് നമുക്കൊരു പുതുമ തരാനായിട്ട് പോവുക, ഒരു പുതുക്കം തരാനായിട്ട് പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടേക്ക് നമുക്ക് മരിച്ച അവസ്ഥയുണ്ടോ അവിടെയെല്ലാം ജീവൻ വന്നിട്ട് നമുക്കൊരു പുതുക്കം തരാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതാണ് ഫസ്റ്റ് കൊരിന്ത്യർ 15:57 പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് 1 കൊരിന്ത്യർ ലേഖനം 15:57 വാക്യം പറയുന്നത്, യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്നു. യേശുക്രിസ്തുവിലൂടെ ജയം. നമ്മൾ ജയാളികളാണ് ക്രിസ്തു യേശുവില്. അതുകൊണ്ട് തന്നെ നമ്മൾ ജയിച്ച വ്യക്തികളാണ്. നമ്മൾ ജയത്തിനു വേണ്ടി ഓടുന്ന വ്യക്തികളല്ല, മറിച്ച് ജയിച്ച വ്യക്തികളാണ്. അതുകൊണ്ട് അതാണ് കർത്താവ് വചനം പറഞ്ഞത്, ജയിച്ച വ്യക്തികൾക്കാണ് കർത്താവ് സ്വർഗ്ഗരാജ്യത്ത് ഇരിപ്പിടം കൊടുത്തിരിക്കുന്നത്. ജയിച്ച വ്യക്തികൾക്കാണ് കർത്താവ് സ്വർഗത്തിൽ അംബാസഡർ ആക്കിയിരിക്കുന്നത്. ജയിച്ച വ്യക്തികളാണ് കർത്താവ് അതിന് കഴിഞ്ഞാൽ നമ്മുടെ സ്വർഗീയ പൗരത്വം കൊടുത്തിരിക്കുന്നത്. എങ്ങനെ ജയിക്കാൻ പറ്റുന്നത്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മൾ ദൈവ മക്കളായി തീരുമ്പോൾ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു.
ആ യേശുക്രിസ്തു മരണത്തെ നീക്കി ജയം പ്രാപിച്ച യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ യേശുക്രിസ്തു ജയിച്ച യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമ്മളും ജയാളിയായി തീർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് എവിടെയൊക്കെ നമുക്ക് മരിച്ച അവസ്ഥയുണ്ടോ, എവിടെയൊക്കെ നിർജ്ജീവമായ അവസ്ഥയുണ്ടോ, നമ്മളെ ഉയർപ്പിന്റെ യേശുക്രിസ്തുവിനെ വിളിക്കണം. ഉയർപ്പിന്റെ ശക്തിയെ നമ്മൾ വിളിക്കണം. റിസറക്ഷൻ പവർ നമ്മൾ ആക്സസ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ നമ്മൾ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കണം. ഓരോ കാര്യങ്ങളും യേശുക്രിസ്തുവിനോട് ചോദിച്ച് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി നമ്മൾ മുന്നോട്ട് നീങ്ങണം. അഭിഷേകത്തെ നിറയണം. അസാധ്യങ്ങൾ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് കഴിഞ്ഞാൽ യേശുക്രിസ്തു ഉയർപ്പിന്റെ ശക്തിയാൽ പ്രൈസ് ദി ലോർഡ്. അതാണ് വർത്താനം ഫസ്റ്റ് കൊറിന്ത്യൻസ് 15:58 പറയുന്നത്, ആകയാൽ എന്റെ പ്രിയരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവിൻ. പ്രൈസ്. കർത്താവിന്റെ വേലയിൽ ഏത് സമയം നമ്മൾ വർദ്ധിച്ചു വരുന്നവരാകാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹോപ്പുണ്ട്, ഇറ്റേണിറ്റി ഉണ്ട്, ഇറ്റേണൽ ലൈഫ് ഉണ്ട്, യേശുക്രിസ്തുവിൽ ജയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ നിത്യതയുണ്ട്. സ്വർഗ്ഗരാജ്യത്ത് നമ്മൾ അവകാശികളാണ്. പ്രൈസ്. അതുകൊണ്ട് തന്നെ ഏത് സമ്പടെ നമ്മൾ കർത്താവിന് വേണ്ടി ഒരു വേല ചെയ്തത് വ്യർത്ഥമല്ല. കർത്താവിന് വേണ്ടി നമ്മൾ വേല ചെയ്തു കഴിഞ്ഞാൽ അത് വെറുതെ തള്ളിക്കളയത്തില്ല. പിതാവായ ദൈവം വെറുതെ തള്ളിക്കളയത്തില്ല. അത് യേശു ക്രിസ്തുവിന്റെ പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലെ, അതാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ഞാൻ പിമ്പിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലുള്ളത് ലാക്ക് ചെയ്യുന്ന അത് നോക്കിക്കൊണ്ട് ഓടുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റേണൽ ക്രൗണ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടുന്ന അപ്പോസ്തലൻ പൗലോസ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് യേശുക്രിസ്തു ഉയർപ്പ് വഴിയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂ സ്പിരിച്വൽ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. അല്ലെ, പഴയതെല്ലാം കടന്നുപോയി. വി ആർ ദ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ് ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയത് വന്നിരിക്കുന്നു. നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ അസുഖങ്ങൾ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പരാജയ ഭീതികൾ, മറ്റുള്ളവരാൽ നമ്മളെ നശിപ്പിക്കുന്ന അവസ്ഥകൾ എല്ലാം കടന്നുപോയിരിക്കുന്നു. പുതിയതൊന്നും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിരിക്കുന്നു. അതാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, ബിലീവേഴ്സ് ആർ റൈസ്ഡ് ടു എ ന്യൂ ലൈഫ്, ഫ്രീഡ് ഫ്രം ദ ഡൊമീനിയൻ ഓഫ് സിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ വാക്ക് ചെയ്യുന്നത്, പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത്, പുതിയൊരു വഴിയിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത്, നിത്യജീവന്റെ വഴിയിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമക്കാർ ലേഖനം 6:4 റോമൻ ചാപ്റ്റർ 6:4 ഇതിൽ പറഞ്ഞ്, നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് അവന്റെ മരണത്തിന്റെ സദൃശ്യത്തോട് നാം ഏകീഭവിച്ചിരിക്കുകയെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ അഷ്വറൻസ് ഓഫ് ഫ്യൂച്ചർ റിസറക്ഷൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് യേശുക്രിസ്തു ഉയർപ്പിൽ നമുക്ക് ഇടിക്കുന്ന ഇത് റിസറക്ഷൻ proves that God has the power to raise the dead, ensuring a future resurrection for believers. Praise the Lord. Hallelujah. Glory be to God. അതാണ് വെച്ചാൽ എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ട് ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമുക്ക് ഒരു റിസറക്ഷൻ ഉണ്ട്. വി ഹാവ് എ റിസറക്ഷൻ. അവർ ഡെത്ത് ഈസ് നോട്ട് എൻഡ് ദ ലൈഫ്. അവർ ഡെത്ത് ഈസ് the beginning to start the eternal life with the Jesus Christ, the Almighty God. Praise the Lord. Hallelujah. Eternity. Adana, we have a hope because of the resurrection of Jesus Christ. Praise the Lord. We are praying not the God who still died, who is in the in the tomb. We are praying the God who is risen, who is still alive. Praise the Lord. This God can be able to help you. This God can be able to protect your life. This God can be able to keep you safe wherever you are. Praise the Lord. I am preaching this living God today. അതാണ് പറഞ്ഞത്. യേശുക്രിസ്തു നമുക്കൊരു യേശുക്രിസ്തുവിന്റെ രക്തത്താൽ യേശുക്രിസ്തു ഉയർപ്പ് വഴിയായിട്ട് നമുക്ക് നിത്യജീവൻ മാത്രമല്ല കിട്ടിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ഭൂമി ജീവിക്കുമ്പോൾ ഒരു പ്രതീക്ഷ കിട്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആ ജീവിക്കുന്നതിനായ ദൈവം നമ്മോടൊപ്പമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ആ ജീവിക്കുന്ന ദൈവം എന്നോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തകർത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. For us in Adam all die, even so in Christ all shall be made alive. Praise the Lord. Hallelujah. അതാണ് പറയുന്നത്.
അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഇങ്ങനെ പറയാനായിട്ടുള്ളത് പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് വഴിയായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം കിട്ടിയിരിക്കുകയാണ്. വി ഹാവ് റിസീവ്ഡ് എ ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 1 അധ്യായം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, എല്ലാ ശിഷ്യന്മാരും യേശു ക്രിസ്തുവിനും നമുക്ക് ജെറുസലേമിൽ വാങ്ങിപ്പോകാതെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആക്ട്സ് ചാപ്റ്റർ 2 അത് നമ്മൾ വായിക്കണം. നമുക്കറിയാം 1 അധ്യായം 1 വാക്യം തൊട്ട് 8 വാക്യം 5 വാക്യം വായിക്കണം. നമുക്കറിയാം പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി ശിഷ്യന്മാരിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്, വി ആർ റിസീവിംഗ് എ ഹോളി സ്പിരിറ്റ് പവർ, വി ആർ റിസീവിംഗ് എ റിസറക്ഷൻ പവർ. പ്രൈസ് ദി ലോർഡ്, because by the resurrection of Jesus Christ, praise the Lord, we are receiving the promise from the heaven, that is the promise of the Holy Spirit. praise the Lord. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് വന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ നമ്മൾ ഇനി സാധാരണ വ്യക്തിയല്ല. നമ്മുടെ പരാജയങ്ങൾ മാറ്റപ്പെടും, നമ്മുടെ ചിന്താ മേഖലകൾ മാറ്റപ്പെടും, നമുക്ക് പുതിയത് ഇമാജിനേഷൻ കർത്താവ് തരും, നമുക്ക് ഹീലിംഗ് പവർ തരും. പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു കഴിഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 3 അധ്യായം നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്, മോഡനായ വ്യക്തി സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ എല്ലാ മേഖലകളും നമുക്ക് കർത്താവ് തരും. ഈ ഗോഡ്, ഈ കർത്താവ് നമ്മുടെ ശക്തമായിട്ട് എല്ലാ മേഖല നമ്മളെ നയിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ ശക്തി നിങ്ങളിലേക്ക് വരും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾ ജെറുസലേമിലും യൂദയിലും പഴയത് കർത്താവ് പറഞ്ഞുവെങ്കിൽ നിങ്ങളായിരിക്കുന്ന സിറ്റികളിലും അടുത്തടുത്ത സിറ്റികളിലും പല സിറ്റികളിലും എല്ലാ വഴികളിലും എല്ലാ മേഖലകളിലും കർത്താവിനെ പ്രവേശിക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. അതാണ് ഈ ഉയർപ്പിന്റെ സന്ദേശം എനിക്ക് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ഇന്നത്തെ ദിവസം this is a message, resurrection day message. Okay, our God can use you. When you're reading the Bible, our God said to all the disciples, praise the Lord, whatever God said, you will preach the gospel in Jerusalem, Judea and Samaria, in all the cities. The people, those who are watching online in this Resurrection Sunday, I want to encourage all the people. This is a message today I want to say to you, praise the Lord. If you are having to share, our God can use in your city to preach His God's gospel in your surrounding cities, neighboring cities, praise the Lord, and towns, praise the Lord, hallelujah, provinces, in your countries and surrounding countries, all over the nations. Our God can use you because resurrection power which dwells in you. Praise the Lord, hallelujah. പിതാവിനെ പ്രാർത്ഥിക്കാൻ പിതാവ് നന്ദിയോട് ശ്രദ്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവെ പ്രാർത്ഥിക്കുന്നു. പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നിറയ്ക്കണം കർത്താവ്, ദൈവസ്നേഹത്തെ നിറയ്ക്കണം കർത്താവ്. ഈ വചനം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് അനേകം ആൾക്കാർക്ക് ദൈവ സാന്നിധ്യം നിറയെ ആളൊക്കെ കൊടുക്കണം കർത്താവ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം ആമേൻ. ഗോഡ് ബ്ലസ് യു.